പക്ഷെ അതിനൊരു ശരിയാണ്, ഞാൻ പറയാം 100%. രണ്ട് ഈ ഫെഡറൽ RSS ഫെഡറൽ തത്വങ്ങൾ പ്രകടമായി തള്ളിക്കളയുന്നു എന്ന് ആരോപിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി അതിന്റെ സംഘടനയിൽ ഫെഡറൽ തത്വങ്ങൾ സൂക്ഷിക്കുന്നുണ്ടോ എന്ന് താങ്കൾ ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. ഇത് സാൽക്കിയ പ്ലീനത്തിലൊക്കെ ഉയർന്ന് ചർച്ച വന്നതാണ്. താങ്കൾ പറയുന്നത് പോലെ ഒരു കാലത്ത് ഞാൻ തന്നെ പോയി ജ്യോതി ബാസുവിന്റെ പ്രസംഗങ്ങളുടെ വിവർത്തനം കേട്ടിട്ടുണ്ട്. ഒരു കാലത്ത് 50കളിൽ 80കളിൽ BTR കേരളത്തിലെ വലിയ വളരെ വളരെ ആവേശമുണർത്തിയിരുന്ന ഒരു പ്രാസംഗികനായിരുന്നു ജ്യോതി ബാസു. ഹർകിഷൻ സുർജിത്തിന്റെ നിരവധി പ്രസംഗങ്ങൾ ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേരളത്തിൽ. ആ കാലഘട്ടം മാറിയത് താങ്കൾ ശ്രദ്ധിച്ചില്ലേ? ബംഗാളിൽ നിന്ന് ഒരു നേതാവും കേരളത്തിൽ വന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേണ്ടി പ്രചരണം നടത്തുന്നില്ല. അതുമാത്രമല്ല, വരുന്നത് ആരാണ്? ഔപചാരിക സ്ഥാനം ഉണ്ടായിരുന്ന യെച്ചൂരിയോ പ്രകാശ് കാരട്ടോ വരും, അല്ലെ? ഒരു ബിമൻ ബസു കേരളത്തിൽ വരുമോ? വന്നിട്ടുണ്ട്. ഒരു നൃപൻ ചക്രവർത്തി കേരളത്തിൽ അല്ല. അതുമാത്രമല്ല ചെറിയാൻ, ഇവിടെ നിന്ന് ആരെയും അവിടെ കയറ്റിയിട്ടുണ്ടോ? ഇവിടെ ഇന്ത്യയിൽ അവശേഷിക്കുന്ന ഏക കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയാണ് കേരളം, പിണറായി വിജയന്റെ മന്ത്രിസഭ. ആ പിണറായി വിജയനെ ബംഗാളിൽ അതിന്റെ ഒരു പ്രതീകമായി തിരിച്ചുവരവിന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഉപയോഗിക്കുന്നുണ്ടോ? അത് 57-ൽ, അതാണ് ഞാൻ പറയുന്നത്. 57-ൽ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ, 56-ൽ കമ്മ്യൂണിസ്റ്റ് EMS മന്ത്രിസഭ കേരളത്തിൽ വന്നപ്പോൾ ഇന്ത്യ മുഴുവൻ AKG, എനിക്ക് ഓർമ്മ, ഞാൻ വായിച്ച് മനസ്സിലാക്കിയതാണ്. അന്ന് അത് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളർത്താനുള്ള പദ്ധതിയുടെ ഭാഗമായി AKG കൊണ്ട് നടന്ന് പ്രചരിപ്പിച്ചു. ആ മന്ത്രിസഭയെ വീണപ്പോൾ കൽക്കട്ടയിലും ഡൽഹിയിലും കമ്മ്യൂണിസ്റ്റുകാർ പ്രകടനം നടത്തി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. അതാണോ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം? ഇതാണ് ഞാൻ പറയുന്നത്. ഈ കാപട്യം ജനാധിപത്യത്തിന് നിരക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, ഇന്ത്യ ബ്ലോക്കിന് ഔപചാരികമായ എല്ലാ ബഹുമതികളോടും കൂടി ഒരു ശവമടക്കിനുള്ള സമയമായി ചെറിയാൻ. ഇനി പുതിയ ഒരു രീതിയിലുള്ള ഒരു ഫാസിസ്റ്റ് വിരുദ്ധ മുന്നണി എങ്ങനെ കെട്ടിപ്പടുക്കണമെന്ന് താങ്കളെയും എന്നെയും പോലെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ വിശ്വാസികൾ ആലോചിക്കേണ്ട സമയമാണ്. അതിനുവേണ്ടി കോൺഗ്രസിനോടും CPM-നോടും CPI-യോടും ഒക്കെ അഭ്യർത്ഥിക്കേണ്ട സമയമാണ്. ഇന്ത്യ ബ്ലോക്ക് പരീക്ഷണം തൽക്കാലമായി പരാജയപ്പെട്ടിരിക്കുന്നു. നമുക്ക് കുറച്ചുകൂടി ആശയ ഐക്യമുള്ള, ഒരു പക്ഷേ കോൺഗ്രസും ഇടതുപക്ഷവും മാത്രമായിട്ടാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അതിന് കൂടെ നിൽക്കാൻ കഴിയുന്ന സോഷ്യലിസ്റ്റ് പാർട്ടികൾ, താങ്കൾ പറഞ്ഞ പോലെ വലിയ പാരമ്പര്യമുള്ള സോഷ്യലിസ്റ്റ് പാർട്ടികൾ, വ്യക്തികളുണ്ട്, ഗ്രൂപ്പുകളുണ്ട്, എല്ലാം ഉണ്ട്. അവരെ എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് കലാകാരന്മാരുണ്ട്, ബുദ്ധിജീവികളുണ്ട്. ബോംബെയിൽ ഹോളിവുഡ് ഭയചകിതമാണ്. അതിൽ മുസ്ലിം കലാകാരന്മാർക്ക് നിൽക്കാൻ കഴിയുന്നില്ല. AR റഹ്മാൻ പോലും പറയുന്നു, ഞാൻ മുസ്ലിം ആയതുകൊണ്ട് എനിക്ക് സംവിധാനത്തിനുള്ള അവസരം കിട്ടുന്നില്ല എന്ന്. അപ്പോൾ കലാകാരന്മാരിൽ പോലും ഈ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിനെ എതിർക്കുന്നവരുണ്ട്. ഇവരെയെല്ലാം ഒരുമിപ്പിക്കാൻ ഒരു പക്ഷേ രാഹുൽ ഗാന്ധിക്കും ഈ പറയുന്ന MA ബേബിക്കും നമ്മുടെ സ്റ്റാലിനും ഒക്കെ കഴിയണം. അങ്ങനെയുള്ളൊരു മുന്നണി അത് തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ തോറ്റാൽ പോലും നമ്മൾക്കൊരു ആശ്വാസം പകരാനായി ഇന്ത്യയിൽ നിലവിൽ വരണമെന്നാണ് ഇതിന്റെ പാഠമായി ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് മനസ്സിലാക്കിയാണ് ഈയിടെ പ്രധാനമന്ത്രി ശ്രീ മോഡി പറയുകയുണ്ടായി, ഇത് ഇന്ത്യ മുന്നണി ഒരു ജമാഅത്താണ് എന്ന് വരെ പറയുന്ന ഒരു സിറ്റുവേഷൻ. തീർച്ചയായിട്ടും അതാണ് അതിന്റെ പ്രശ്നം. അതിനകത്ത് ഞാൻ ഒരു കാര്യം, അത്തരം ഒരു മുന്നണിയിൽ ചെറിയ മത സംഘടനകൾക്ക്, അതായത് ഇവിടെ ആരാണ് ആക്രമിക്കപ്പെടുന്നത്? കേരളത്തിൽ, ഇന്ത്യയിൽ ആക്രമിക്കപ്പെടുന്നതിന്റെ മുഖ്യ ഇര ആരാണ്? മുസ്ലിങ്ങൾക്ക് മതപരമായ നിരവധി സംഘടനകളിൽ അവർ പെട്ടിരിക്കുന്നു. കാരണം മതവും അവരുടെ ജീവിതവുമായി കൂട്ടിക്കെട്ടപ്പെട്ടതിൽ ഒന്ന് മതസംഘടനകളാണ്. അത് താങ്കൾക്കറിയാം, വടക്കേ ഇന്ത്യയിൽ ഇപ്പോ ദറുൽ ഇസ്ലാം, അങ്ങനെ നിരവധി ജമാഅത്ത് സംഘടനകൾ ഈ മതസംഘടനകളിൽ പെട്ടു എന്നുള്ളത് കൊണ്ട് മുസ്ലിം സംഘടനകളെ മുഴുവൻ നമ്മളുടെ RSS വിരുദ്ധ ഐക്യമുന്നണിയിൽ തൊടാൻ സ്ഥലം കൊടുക്കുകയില്ല എന്ന നിലപാടുണ്ടല്ലോ. അതാണ് ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിക്ക്, SDPI, എന്ത് ചെറിയ രാഷ്ട്രീയം പറയുന്ന മുസ്ലിം സംഘടനകളെ ഒന്നും നമ്മുടെ ഐക്യമുന്നണിയിൽ പറ്റില്ല എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയം, അത് കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും, അത് ഇന്നത്തെ മൂർത്ത ഇന്ത്യൻ സാഹചര്യങ്ങളുടെ നേരെ നിന്ന് കൊഞ്ഞനം കുത്തുകയാണ്. പിന്നെ മുസ്ലിങ്ങൾ മതം ഉപേക്ഷിച്ചിട്ട് സെക്യുലറിസത്തിന് വരണോ?
അതാണോ ഉദ്ദേശിക്കുന്നത്? ഒരു അവിടെ സംഘടനയും ഒരു പള്ളിയും ഇല്ലാതെ ഇവിടെ ജമാഅത്തെ, ഇവിടെ നോർത്ത് ഇന്ത്യയിലെ ഡൽഹിയിലെ ജമാഅത്തിന്റെ സെക്രട്ടറി ഒരു എഞ്ചിനീയറാണ്, കാൺപൂർ IITian ആണ്. കണ്ടാൽ ഒരു മൊല്ലാക്കെ പോലിരിക്കും. പക്ഷേ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞൊരു സംഗതിയുണ്ട്, ഞങ്ങൾ ഒരു പാർട്ടിയെയും പബ്ലിക്കായിട്ട് ഇപ്പോൾ പിന്തുണയ്ക്കുന്നില്ല. ഞങ്ങൾ പറയുന്നത് തിരഞ്ഞെടുപ്പ് സമയത്ത് അവർ കാണുന്ന മുഖ്യ ശത്രു കമ്മ്യൂണലിസം ആണ്, അതായത് RSS നയിക്കുന്ന ഇന്നത്തെ ഭരണകൂടമാണ്. അവരെ തോൽപ്പിക്കാൻ പറ്റുന്ന ആര് നിന്നാലും അവർക്ക് വോട്ട് ചെയ്യുക എന്നാണ് ഇപ്പോൾ അവർ പറയുന്നത്. അവരുടെ ചെറിയാൻ അതത്ര ലളിതമാണോ? ഞാൻ രണ്ട് കാര്യങ്ങൾ താങ്കളുടെ ശ്രദ്ധ കൊണ്ടുവരും. ഒന്ന്, താങ്കൾ ഡൽഹിയിലുള്ളത് കൊണ്ട് താങ്കളുടെ മൂക്കിന് താഴെ ഇന്നലെ നടന്ന യോഗം, ചില മുസ്ലിം പ്രമുഖരും RSSുമായി ഒരു സംവാദം താങ്കൾ ശ്രദ്ധിച്ചില്ലേ ഡൽഹിയിൽ? അത് നമ്മുടെ ഖുറേഷി, പഴയ ഇലക്ഷൻ കമ്മീഷൻ, കുറച്ച് പട്ടാളത്തിലുണ്ടായിരുന്ന മുസ്ലിം ആളുകൾ, ഇവർ നേരിട്ട് RSSുമായി ഈ മുസ്ലിം പീഡനത്തെ കുറിച്ച് സംസാരിക്കുന്നു. രണ്ട്, മഹാരാഷ്ട്രയിൽ ഒവൈസിയുടെ AMIM ആണ് ഏറ്റവും വലിയ മുസ്ലിം കക്ഷിയായി വന്നുകൊണ്ടിരിക്കുന്നത്, ശ്രദ്ധിച്ചില്ലേ? ഒന്നുകിൽ ഇത് മഹാരാഷ്ട്രയൊക്കെ എനിക്ക് തോന്നുന്നത് നമ്മുടെ നിസാമിന്റെ രാജ്യം മഹാരാഷ്ട്രയിലും കുറെ ജോഗ്രഫി ഉണ്ടായിരുന്നല്ലോ. ഞാൻ മനസ്സിലാക്കിയത്തോളം ഈ ഖുറേഷിയെ പോലുള്ളവരൊക്കെ അവരൊക്കെ ഭരണത്തിലുള്ളതാണ്, അതിന്റെ സൗകര്യങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നവരാണ്. അവരിപ്പോൾ അനാഥരായിരിക്കുന്നു, അതുകൊണ്ട് അവർ സംസാരിക്കുന്നു. തീർച്ചയായും അത് വരേണ്യവർഗമാണ്. അതായത് കോൺഗ്രസ് ഭരണകാലത്ത് മുസ്ലിം വരേണ്യവർഗത്തിന്റെ ഭാഗമായിരുന്നവർ RSSുമായി ഒരു ചർച്ചയ്ക്കിരിക്കുന്നു. നേരെ മറിച്ച് ഒവൈസിയെ പോലെ. അപ്പൊ അതിൽ ഞാൻ പറയുന്ന അതല്ലല്ലോ മാർഗം. ആക്രമിക്കപ്പെടുന്ന മതന്യൂനപക്ഷങ്ങളും ഇടതുപക്ഷവും കോൺഗ്രസും എല്ലാം ഒരുമിക്കുന്ന ഒരു രാഷ്ട്രീയ മുന്നണി, തെരഞ്ഞെടുപ്പ് മുന്നണി, ചെറുത്തുനിൽപ്പ് മുന്നണിയല്ലേ ഇപ്പോൾ ആവശ്യം. അല്ലെങ്കിൽ ഇപ്പൊ എന്താണ് താങ്കൾ പറഞ്ഞ പോലെ ഹൈദരാബാദിൽ നിന്ന് ബീഹാറിലേക്ക് കയറി അല്ലേ, ഡെക്കാൻ കടന്ന് പോയി. ഇപ്പൊ മഹാരാഷ്ട്രയിലെ മുംബൈയിൽ, നാഗ്പൂരിൽ ഒവൈസി വിജയിക്കുന്നു. അപ്പൊ നമുക്ക് ജനാധിപത്യ വിശ്വാസികൾക്ക് ഇതെല്ലാം ഒരു നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്യുന്നില്ല. ജനാധിപത്യ വിശ്വാസികളും ഇടതുപക്ഷവും ഇന്ത്യയിൽ ചെയ്യേണ്ടത് ചെയ്യുന്നില്ല. അതുകൊണ്ട് RSS അധികാരം ശക്തിപ്പെടുത്തുന്നു, മുസ്ലിം തീവ്രവാദ സംഘടനകൾ വളരുന്നു. അതിനൊരു കാരണം ഇതാണ്, ഈ ഹിന്ദി ബെൽറ്റിൽ കോൺഗ്രസ് എന്ന് ശക്തിപ്പെട്ടു വരുന്നു, അന്നേ ഇങ്ങനൊരു മുന്നണിക്ക് ശരിക്കുമുള്ള സാങ്കത്യം ഉണ്ടാകത്തുള്ളൂ എന്നാണ് ഞങ്ങളുടെ ഒക്കെ വിലയിരുത്തൽ. അതിനുവേണ്ടി കോൺഗ്രസ് ശ്രമിക്കാതിരിക്കുന്നു. അതിനുവേണ്ടിയാണ് കോൺഗ്രസ് ശ്രമിക്കേണ്ടത്. അതെന്ന് നടക്കുന്നോ അത് കുറച്ചെങ്കിലും രാജസ്ഥാനിൽ തിരിച്ചു വരിക, അല്ലെങ്കിൽ മധ്യപ്രദേശിൽ വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ സിറ്റുവേഷൻ മാറും. അതാണ് കോൺഗ്രസ് ചെയ്യേണ്ടത്. അത് വന്നു കഴിഞ്ഞാൽ ഇന്ത്യ ബ്ലോക്ക് അല്ലെങ്കിൽ കോൺഗ്രസ് നയിക്കുന്ന ഒരു BJP ഇത്തരം ബ്ലോക്ക്. അതെങ്ങനെയാ ചെറിയാന്റെ അഭിപ്രായത്തില് ആ തിരിച്ചുവരവിനുള്ള മാർഗം എന്താണ്? രണ്ട് മാർഗങ്ങൾ ഞാൻ കാണുന്നുണ്ട്. ഒന്ന്, രാഹുൽ ഗാന്ധിയുടെ പോലെ ആശയ ദൃഢതയുള്ള, ജനങ്ങളുമായി ദൈനംദിനം ബന്ധം പുലർത്തുന്ന ഒരു പ്രസ്ഥാനം. രണ്ട്, നമ്മൾ പരമ്പരാഗതമായി കോൺഗ്രസിന്റെ ഉപജാപ രാഷ്ട്രീയത്തിൽ കൂടിയും അടിത്തട്ടിയിലുള്ള വോട്ട് സമ്പാദിക്കാൻ പറ്റുന്ന വർഗങ്ങളെയും കൂടെ നിർത്തിക്കൊണ്ടുള്ള ഒരു വേണമെങ്കിൽ ഒരു BJPയുടെ B ടീം ആവാൻ തയ്യാറുള്ള ആളുകളുടെ ഇതിൽ ഏതാണ് കോൺഗ്രസ് തിരിച്ചു വരണവും ഇന്ത്യൻ ഹൃദയഭൂമിയിൽ എന്ന് താങ്കൾ പറഞ്ഞു. ഞാൻ യോജിക്കുന്നു. എങ്ങനെ തിരിച്ചു വരും എന്നുള്ളൊരു പ്രശ്നം വരുന്നുണ്ട്. ഇപ്പൊ എന്താണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ അവർക്ക് കോൺഗ്രസിനെ സംബന്ധിച്ചോളം അവർക്ക് അതിനു വേണ്ട ഓർഗനൈസേഷൻ ഇപ്പോഴും ആൾക്കാർ എല്ലായിടത്തും ഉണ്ട്. അത് എങ്ങനെ അവർ ചാനലൈസ് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കി കണ്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ചെറിയ അതിന് എനിക്ക് തോന്നുന്നു. അതെ, പക്ഷെ അതിനാദ്യം എനിക്ക് തോന്നുന്നു, എന്റെ അനുഭവത്തിൽ ചെറിയ യാത്രകളിലുമൊക്കെ മനസ്സിലാവുന്നത്, കോൺഗ്രസ് സംഘടന എവിടെയും ഇല്ല. പഴയ രീതിയിൽ ജയിക്കുന്നുമില്ല, അധികാരവുമില്ല, സംഘടനയുമില്ല, രാഷ്ട്രീയ അധികാരവുമില്ല, സംഘടനയുമില്ല. വളരെ കൃത്യമാണ് സർ. ബീഹാറിലോ UPയിലോ DPCC എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിൽ ഡിസ്ട്രിക്ട് കോൺഗ്രസ് കമ്മിറ്റി എന്ന് പറയുന്നത് എനിക്ക് എല്ലാ ഡിസ്ട്രിക്റ്റിലും ഉണ്ടെന്ന് തന്നെ തോന്നുന്നില്ല. അതൊരു സിറ്റുവേഷനിൽ ഇല്ല.
മാറിക്കളഞ്ഞു. അപ്പൊ അത് നമ്മൾ അപ്പൊ അത് പക്ഷെ ബീഹാറിലും താങ്കൾ രാജസ്ഥാൻ ഞാൻ പറഞ്ഞിട്ട് സാർ, രാജസ്ഥാനിലും മധ്യപ്രദേശിലും അതുണ്ട്. അപ്പം ഈ വസ്തുത മനസ്സിലാക്കി കോൺഗ്രസ് എങ്ങനെ അതിനെ ഓവർകം ചെയ്യുന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അത് ചെയ്തില്ലെങ്കിൽ അത് ഇന്ത്യക്കും കോൺഗ്രസ് നമുക്കൊക്കെ വളരെ പശ്ചാത്തപിക്കപ്പെടേണ്ട. കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കളുടെ അവസ്ഥ എന്താണ്? പ്രാദേശിക നേതാക്കൾ ഉണ്ടോ മധ്യപ്രദേശിൽ എടുത്തു പറയാൻ കഴിയുന്ന, രാജസ്ഥാനിൽ എടുത്തു പറയാൻ കഴിയുന്ന? അതിനു ചുറ്റും ആ മേധാവി ഇത്രയും കാര്യങ്ങൾ സംഭവിക്കണമല്ലോ. പ്രാദേശിക നേതാക്കളും രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയവും ജെല്ലി ചെയ്യണം, ഒരുമിക്കണം, വേണ്ടേ? അതിലതെങ്ങനെയാണ് നടക്കുക? പ്രാദേശിക നേതാവും രാഹുൽ ഗാന്ധിയും ഒരേ വേവ് ലെങ്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ സംഘടന ഉണ്ടായിട്ടും കാര്യമുള്ളൂ. അപ്പൊ ഇത് മൂന്ന് കാര്യങ്ങളും സംഭവിക്കുന്നത് ആഗ്രഹിക്കാം, പക്ഷെ അതിന്റെ ലക്ഷണം ഞാൻ കാണുന്നില്ല. അത് സംഭവിക്കാത്തിടത്തോളം ഇന്ത്യ ബ്ലോക്ക് ദുർബലമായിരിക്കും. ഇന്ത്യ ബ്ലോക്ക് വെറും ഒരു ആഗ്രഹത്തിന്റെ ആയിരിക്കും. അല്ല സാർ, അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടായി വരുന്നുണ്ട്. പക്ഷെ അത് ഇതുവരെ ഉരുത്തിരിഞ്ഞ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു വാസ്തവമാണ്. അത് എത്രയും ആശംസിച്ചുകൊണ്ട് നമുക്ക് ഈ ചർച്ച നിർത്താം. നന്ദി, നമസ്കാരം. വേറെ വിഷയമായി ഞങ്ങൾ വീണ്ടും വരുന്നു.